അലി റളിയല്ലാഹു അൻഹു അല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം അലി റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്തുണ്ടായ ആ സന്തോഷകരമായ അവസ്ഥ. അലിയാരല്ല ഇത് പറയുന്നത്. ശേഷം അലിയാരുടെ ജനാസ, അലിയാരുടെ മരണത്തിൽ ആസന്നരായിരുന്ന ആളുകൾ, അന്നവിടെ ഹാജറുണ്ടായിരുന്നവർ, അവർ പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ടാ മരിക്കുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാ മരിക്കുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, അവരൊക്കെ ചോദിച്ചു, അല്ല അലി, നിങ്ങൾ എന്താ അങ്ങനെ ചിരിക്കാൻ കാരണം? എല്ലാരും മരിക്കുമ്പോ സങ്കടപ്പെട്ട് കരയല, എല്ലാരും മരിക്കുമ്പോ സങ്കടപ്പെട്ട് കരയല. ഭാര്യനെ വിളിച്ച് ഒരു കൂട്ടം പറഞ്ഞ് കരയുന്നു, മക്കളെ വിളിച്ച് ഒരു കൂട്ടം പറഞ്ഞ് കരയുന്നു. ഇങ്ങനെ എല്ലാവർക്കും കരയാനും പൊട്ടിക്കരയാനുമാണല്ലോ സാധാരണ മരണം അവസരമൊരുക്കാൻ. നിങ്ങളെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? നല്ല ചിരിയാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇതൊക്കെ മുഖറബീങ്ങളുടെ ലിസ്റ്റിലുള്ളവരല്ലേ. ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് സങ്കടപ്പെടേണ്ടതില്ലല്ലോ, ഒരിക്കലും എനിക്ക് സങ്കടപ്പെടേണ്ടതില്ല. എന്തേ കാരണം? ഞാൻ കരയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനു കരയണം? ഹാദാ റസൂലുള്ളാഹി അമാമീ, ഞാൻ മരണവെപ്രാളമാണ്, എന്റെ മരണവെപ്രാളമാണ് നിങ്ങൾ കാണുന്നതല്ലേ, മരിക്കാൻ പോകുന്ന രംഗം. ഞാൻ എന്തിനു കരയണം? എന്റെ ഹബീബ് ഇതാ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, റസൂലുള്ളാഹി ഇതാ എന്റെ മുമ്പിൽ, ഞാൻ എന്തിനു കരയണം? സുബ്ഹാനല്ലാഹ്, ഇതെത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ റസൂല് മുമ്പിൽ ഇങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് മരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്തതായിരിക്കുന്നു ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ്, തൊട്ടടുത്തതായിരിക്കുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, റസൂലുള്ളാഹിയുടെ ഇടഭാഗത്തതായിരിക്കുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹ. അലി ഇബ്നു അബീ താലിബിന്റെ മുമ്പ് മരണപ്പെട്ടു പോയതാണല്ലോ, വഫാത്തായി പോയതാണല്ലോ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഹബീബ് എപ്പോഴും ഫാത്തിമ ബീവിയെ ഇരുത്താറുള്ളത് ഇടതുഭാഗത്തായിരുന്നു. തന്റെ കൽബ് ഇടതുഭാഗത്താണ് മനുഷ്യന്റെ കൽബ് എന്നതുകൊണ്ട് ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞതുപോലെ എപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയെ ഇടതുഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുമായിരുന്നു, കൽബിനോടടുത്ത് ചേർത്ത് പിടിക്കുമായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു. ആ ഫാത്തിമ ബീവി ഇതാ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഇതാ വന്നിരിക്കുന്നു, ഞാൻ എന്തിനാ വേദനിക്കുന്നത്? അതിനുശേഷം അലിയാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ ദായെത്തിയിരിക്കുന്നു ഹബീബിന്റെ പൊന്നാര മകൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ, തന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ. ഇവരെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ എന്തൊരു കരയണം? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇനി കരയണോ? ഞാൻ ചിരിക്കല്ലാതെ ഇനി എന്താ ചെയ്യാ? എനിക്കല്ലേ സന്തോഷം. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എനിക്കാ, ആനന്ദമുള്ളത് എനിക്കാ. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് പറയുന്ന, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഉറ്റവരെ കണ്ടു മരിക്കണോ, ഉടയവരെ കണ്ടു മരിക്കണോ, നിങ്ങളെ വാപ്പനെ കണ്ടു മരിക്കണോ, മേധാവിനെ കണ്ടു മരിക്കണോ, മരിച്ചുപോയ ഭാര്യ സ്വീകരിക്കാൻ വരണോ, നിങ്ങളുടെ മരിച്ചുപോയ പ്രവർത്തകർ നിങ്ങളെ സ്വീകരിക്കാൻ വരണോ? لمثل هذا فليعمل العاملون لمثل هذا فليعمل العاملون لمثل هذا فليعمل العاملون. ഇതുപോലത്തെ അവസരം നിങ്ങൾക്കും വേണോ? فليعمل العاملون, അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ, അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ. ഇത് ഞാൻ വെറുതെ എങ്ങനെ കുത്തിരുന്ന് കിട്ടിയതല്ല, നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, നല്ലോണം നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വിട്ടിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വാളും പിടിച്ച് ജിഹാദ് ചെയ്തിട്ടുണ്ട്. വെറുതെ കിട്ടിയതല്ല എനിക്ക് ഈ അവസരങ്ങളൊന്നും, നല്ലോണം അധ്വാനിച്ചിട്ട് കിട്ടിയതാ. അതുകൊണ്ട് ഇതുപോലത്തെ അവസരം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നല്ലോണം അധ്വാനിച്ചോളൂ. പോകുന്ന പോക്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പരിസരത്തുള്ളവർക്കെല്ലാം ഈ ഉപദേശം കൊടുത്തിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോകുന്നത്. പഠിച്ചവനെ, ആ അലിയാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാൻ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇങ്ങനെയാണ്. അവർക്കൊന്നും മരിക്കുന്ന സമയത്ത് വെപ്രാളല്ല. കാരണം എന്താ? മുഖറബീങ്ങളുടെ ലിസ്റ്റിലാണ് പെട്ടാൽ, ഏറ്റവും ചുരുങ്ങിയത് അസ്ഹാബുൽ അമീന്റെ ലിസ്റ്റിലെങ്കിലും പെട്ടാൽ
മുഖറബീങ്ങളാണെങ്കിൽ ഒന്നും നോക്കാനില്ല. ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. വരെ 3 വിഭാഗത്തെയും പരാമർശിച്ചപ്പോൾ ഞാൻ ഈ വിഷയം ചുരുക്കി കൊണ്ടത്. ഇനി അങ്ങനെ ഒരു വിഷയവും ഒറ്റ നോട്ടത്തിൽ സൂറത്തുൽ വാഖിയനൊന്ന് നോക്കിക്കാണാനുണ്ട്. രണ്ടും കൂടെ ആകുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടുമെന്ന് കരുതിയാണ്. മുഖറബീങ്ങളുടെ ലിസ്റ്റിലാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല. ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. അസ്ഹാബുൽ യമീനാണെങ്കിൽ ഓനും രക്ഷപ്പെട്ടു. കണ്ടോ, ഓനോട് പറഞ്ഞത് സലാമുല്ലക്ക, ഈ സലാമത്തായി മോനെ. അങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ യമീൻ സലാം ചെല്ലുമെന്ന് അർത്ഥം വെച്ചവരുണ്ട്. രക്ഷപ്പെട്ടു എന്ന് തന്നെ വെക്കാം. കാരണം മധ്യമ വിഭാഗം സലാമത്താകുകയാണ്. ഓല അമലുകൊണ്ട് രക്ഷപ്പെടുകയല്ല, മധ്യമ വിഭാഗം കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് എന്ന് അന്ന് അസ്ഹാബുൽ യമീൻ എന്നിടത്ത് ഇമാം റാസി പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നവരാണോ ആ വിഭാഗത്തിലെങ്കിലും പെടുത്തി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. പഠിച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇങ്ങനെ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്താകാൻ കിടക്കുമ്പോഴും തൻ്റെ കൂട്ടുകാരോട് അങ്ങനെ പറഞ്ഞത്രേ, വീട്ടുകാരോട് അങ്ങനെ പറഞ്ഞത്രേ, മാറ് ഇവിടെ തിക്കും തിരക്കൊന്നും ഉണ്ടാക്കല്ല, ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക, അവരൊക്കെ ഒന്ന് ഇരുന്നോട്ടെ, നിങ്ങളൊക്കെ മാറി നിൽക്കുക എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു എന്ന് കാണാം. ഇതൊക്കെ ഇവരുടെ വ്യക്തി ജീവിതത്തിന്റെ പരിശുദ്ധിയായിരുന്നു കൂട്ടുകാരെ. നമ്മൾ വെറുതെ ഇരുന്നാ കിട്ടൂല. അപ്പൊ അവരൊക്കെ മരണസമയത്ത് അബ്ദുൽ ഖാദിർ ജിലാനിയും പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്ക്, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ കിതാബുകൾ നോക്കിയ സമയത്ത്, വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സിനു വേണ്ടി അന്വേഷണം നടത്തുന്ന സമയത്ത് പലപ്പോഴും പല ചരിത്രഭാഗങ്ങളും കാണുമ്പോൾ 1 ഡസനിലധികം മഹാന്മാർ മരിക്കുമ്പോൾ പറഞ്ഞ വാക്കാണിത്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇതുപോലത്തെ അവസരം വേണോ? അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ. ഇതിനുവേണ്ടി അധ്വാനിക്കേണ്ടത്, വേറുള്ളതിനൊന്നും അല്ല ചാടി ഓടി നടക്കേണ്ടത്. കഴിയുമെങ്കിൽ നിങ്ങൾ ദീനിനു വേണ്ടി പ്രവർത്തിച്ചോ, കഴിയുമെങ്കിൽ നിങ്ങൾ ദീനിനു വേണ്ടി നാളെ പരലോകം സലാമത്താകാനുള്ള ഏർപ്പാടുകൾ നോക്കിക്കോ എന്ന് മഹാന്മാരൊക്കെയും നമ്മെ ഉത്ബോധിപ്പിച്ചതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സലാം അങ്ങനെ മടക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, കൈ നീട്ടുന്നു, ആരോടൊക്കെയോ മുസാഫഹത്ത് ചെയ്യും പോലെ തോന്നുന്ന. പക്ഷേ ആര് കാണുന്നില്ല? തൊട്ടടുത്തിരിക്കുന്നവർ കാണുന്നില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നമ്മൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയതാണ്. മഹാന്മാരുടെ സാന്നിധ്യമുണ്ട്, അവർ വരുന്നു, അവർ സന്തോഷിപ്പിക്കുന്ന ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഇത് മാത്രമേ കാണുള്ളൂ. അവരനുഭവിക്കുന്ന ഈ ഒരു വെപ്രാളം മാത്രം, അതും ബാഹ്യതല വെപ്രാളം. ഓരോ ഞരമ്പുകളും ഞാടികളും എന്ത് അനുഭവിക്കുന്നു എന്ന് എനിക്കേ അറിയൂ എന്ന് പടച്ച റബ്ബ് പറഞ്ഞു. അല്ലാഹു നമുക്കൊക്കെ മരണം എളുപ്പമാക്കി തരട്ടെ. വിഷമമില്ലാത്ത രൂപത്തിൽ മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം ഇന്നങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പെടുന്നനെയുള്ള മരണം. റസൂലുള്ളാഹി ശറാത്തു സഅ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണം എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയത് കാണാം. പെട്ടെന്നുള്ള മരണം, ആക്സിഡന്റ് മരണങ്ങൾ. വഅൻ യദ്ഹറ മൗതുൽ ഫുജ്അ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ ഒരു ഹദീസിന്റെ വാൽകഷ്ണമാണ് ഞാൻ പറഞ്ഞത്. വഅൻ യദ്ഹറ മൗതുൽ ഫുജ്അ, പെടുന്നനെയുള്ള മരണം അധികരിക്കുക, വെളിവാകുക, അത് കാണാൻ തുടങ്ങുക.